വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ആദിൽ സായ്. ഇതാണ് എൻ്റെ നാട് ലക്കിടി. ഇത് റെയിൽവേ സ്റ്റേഷനാണ്. ഇതാണ് എൻ്റെ നാട്. നമുക്ക് ജസ്റ്റ് എൻ്റെ നാടിനൊന്ന് പരിചയപ്പെടുത്തി തരാം. ആ ഒരു ചെറിയൊരു ആഗ്രഹമുള്ളൂ, അന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. അത് പോവാം. പ്ലാറ്റ്ഫോമൊക്കെ നല്ല വലുപ്പമായിട്ടുണ്ട് കേട്ടോ. നല്ല വലുപ്പം, നല്ല വലുപ്പമാണ്. ഇത് റബ്ബർ എസ്റ്റേറ്റ് ആണ് ഇവിടെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത്. പടം വരവൊക്കെ ഉണ്ട്, നല്ല പടം വരയിലൊക്കെ ചെയ്തിട്ടുണ്ട്. മലമ്പുഴ യക്ഷി നമ്മുടെ പാലത്തിന് വർണ്ണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കണം. പാലും പുഴയും. ഗേറ്റിൻ്റെ അടുത്ത് ഇത് സംഭവം അടിപൊളിയായി അല്ലേ? റെയിൽവേ സ്റ്റേഷനിലുള്ള ചുമരിൽ പടം വരച്ചേക്കാണ്. സംഭവം നന്നായിട്ടുണ്ട്. ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള സംഭവം ഇതാണ് കേട്ടോ. നല്ല ആർട്ടിഫിഷ്യലായിട്ടുള്ള ചെയ്തിട്ടുണ്ട്. സംഭവം നന്നായിട്ടുണ്ട് കേട്ടോ. വാവ്, ടിപ്പു കോട്ടനെ കുറിച്ചുള്ളതാണ് വരച്ചിട്ടുള്ളത്. സംഭവം അടിപൊളിയായി. ആ കിടങ്ങും കോട്ടയും ചുറ്റോറും ജനങ്ങളിൽ നിന്ന് നോക്കണോക്ക് കണ്ടോ. പൂരത്തിൻ്റെ ഒക്കെ ഒരു ഇതാണ്. അല്ലേ, ആ പുഴയുടെ അവിടെ നെഹ്റു കോളേജാണ്. ആ നിൽക്കുന്നത് നെഹ്റു കോളേജാണ്. ആ ബിൽഡിങ്ങുകൾ ഒരു കാലത്ത് ഇവിടെ നല്ല ഷൂട്ടിങ്ങുള്ള സ്ഥലമായിരുന്നു. ഈ പുഴയും കടന്ന് കിണ്ണങ്കട്ട കള്ളൻ ഇതൊക്കെ ഇവിടെ ഷൂട്ടിങ് കഴിഞ്ഞ സ്ഥലമാണ് അല്ലേ. നെഹ്റു കോളേജാണ് അത് കേട്ടോ. എഞ്ചിനീയറിംഗ് കോളേജ് പാമ്പാടിയാണ് അത്. ഇവിടെ തന്നെ ഒരു നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ. അത്രയും അടുത്താണ്. ഇവിടെ കോളേജുകളുണ്ട്. ഇവിടെ 2 നെഹ്റു കോളേജുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകൾ. ഒന്ന് പാമ്പാടിയിലുള്ള, ഒന്ന് ലക്കിടിയിലുള്ള തന്നെ ഉണ്ട്, കൂട്ടുകാർ സെൻറ്ററിൽ.
ഇനി നമുക്ക് നമ്മുടെ അങ്ങാടിക്ക് അങ്ങോട്ട് പോവാം. കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് പോകാൻ വിചാരിച്ചു. എപ്പോഴും കിട്ടില്ലല്ലോ, നമ്മൾ ഫുൾ ടൈം ഷോപ്പിലല്ലേ. അപ്പോൾ പറയാൻ മറന്നു, നമ്മുടെ ഒരു ചെറുപ്പകാല സുഹൃത്തും ഇപ്പം ഗൾഫിൽ നിന്ന് വന്നൊക്കെയാണ്. അവനെ ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചു. ഗഫൂറാണ്. ഹായ്. ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇനിയിപ്പോൾ പോണില്ല അത്ര, ഇവിടെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. എന്തായാലും ഇവിടെ ചെയ്യട്ടെ, അത് നല്ലല്ലേ. എന്താ കാറ്റ്, ഇവിടെ ഒരു കുളിരാണ്. ഇവിടെ ഇരുന്ന് സമയം പോണ അറിയില്ല. അതാണ്, അത്രയും ചെറുപ്പത്തൊക്കെ ഇവിടെ ഓടി കളിച്ചിട്ടുള്ളതാണ്. ഇവിടെ കാൽമരം അങ്ങനെയൊക്കെ ഉണ്ടാകും, മരത്തിലൊക്കെ ഫുൾ തൂങ്ങി കളിക്കലും എന്തൊക്കെ ചെയ്തിരിക്കണറിയാം. ഇവിടെ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ, നോക്കട്ടെ. ആഹാ, എഞ്ചിനായി പോയിട്ടാ. ഇനിയൊരു ട്രെയിൻ വരുന്നുണ്ട്. ഒരു എക്സ്പ്രസ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് നമുക്കും കാണാം. അത് വരുന്നു കേട്ടോ. ഏതാ വണ്ടിന്ന് അറിയില്ല, ബോർഡും കൂടി വായിക്കാൻ പറ്റിയില്ല. എന്താ സ്പീഡ്. ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് കിടക്കാം. ടിക്കറ്റ് കൗണ്ടർ. ഇതാണ് നമ്മുടെ അങ്ങാടി. ഇത് ബാബുക്ക, ലക്കിടിയിലെ താരാണ് ഈ നിൽക്കുന്നത്. നമ്മുടെ ഷോപ്പുകളാണ്. ചാനലാണ്, യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനലുണ്ട്. അപ്പം അതിൻ്റെ ഇത് ഗേറ്റ് അടവാണ് കേട്ടോ. ചെറിയ ലക്കിടി ഇപ്പം നമ്മൾ ട്രെയിൻ കണ്ടില്ലേ, അതേപോലെ നാളെ തന്നെ ഉണ്ടാവും. നാളെ ചാനലുണ്ടാവും. ഇന്ന് രാത്രി ഞാൻ ഇടും. ആ യൂട്യൂബിൽ പറയാം. പാമ്പാടി നോട്ടെ, ഞാൻ വരാം. ആ പോ. ആരാണ് നടൻ? പാമ്പാടി ഷൂട്ടിങ് ഉണ്ട്. ഉണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ കോഴി കടയാണ്. സജീവൻ്റെ കൂട്ടുകാരനാണ്. നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തില്ലേ, ഗഫൂർ. ഇത് ഇമ്പായി. ഇവിടുത്തെ താരങ്ങളാണ്, ലക്കിടി താരങ്ങൾ. ഇതാ കോഴി നേരേക്കാനുള്ള ഐറ്റങ്ങളാണ് ഇവിടെ. കോഴി ഇതാ ഇന്നോ നാളെയോ കണ്ട് കാത്തിക്കുന്ന ആളാണിത്. കണ്ടാ, ഐസ് പറഞ്ഞ സാധനമില്ല. എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും പോവും.
വെയിറ്റിംഗ് ഷെഡാണ്. ഇതുള്ളൂ കേട്ടോ, ഇത്രയുള്ളൂ നമ്മുടെ അങ്ങാടി. ഇതാണ് ലക്കിടി ഭാരതപ്പുഴ. ഇവിടെയൊക്കെ എത്ര കുളിച്ചുള്ള സ്ഥലം അറിയും. നമ്മുടെ വാഴയുടെ ഇതൊക്കെ കെട്ടി വഞ്ചൊക്കെ ആക്കി പോയ സ്ഥലങ്ങളാണ് ഇതൊക്കെ, ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ. അവിടെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നു, ആ ഭാഗത്ത്. അവിടെ ഞങ്ങൾ ഫുട്ബോൾ ആദ്യം പണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് എന്ന് പറഞ്ഞാൽ 10 കൊല്ലം മുമ്പ്, അത്രേ ഉള്ളൂ. അവിടെ ബോട്ടിംഗ് ഒക്കെ വരുന്നെന്ന് പറഞ്ഞു. അറിയില്ല ബോട്ടിംഗ് ഒക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. അതൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടാകുന്നതാണ്. സൂര്യൻ്റെ ആണ് സംഭവം അടിപൊളിയായിട്ടാ അല്ലേ. ഭാഗത്തൊക്കെ ആ കെട്ടില്ലേ, ആ കെട്ടിൻ്റെ അവിടെ ഞങ്ങൾ കുളിച്ചിട്ടുണ്ടായിരുന്നു. തോട്ടത്തിലാണ് കേട്ടോ. പിന്നെ അങ്ങനത്തെ കള്ളനൊക്കെ ഷൂട്ടിങ് ഉണ്ടാകുന്ന ഈ പുഴ കടന്ന് ഒക്കെ ഷൂട്ടിങ് ഉണ്ടാകുന്ന അവിടെയാണ്. സൂര്യൻ എന്താലേ വേണ്ട. ഈ പാലത്തിന് മുകളിലാണ് ദാദാ സാഹിബ് ഷൂട്ടിങ് നടത്തിയിട്ടുള്ളത്. നമുക്ക് കലാമണിയൊക്കെ ഇവിടെ വന്നിട്ട് ഉണ്ടാകും. ചെറുപ്പത്തിലാണ്. ഇവിടെ കിണ്ണങ്ങട്ടകളിലെ ഇതൊക്കെ ഷൂട്ടിങ് ചെയ്ത സ്ഥലമാണ് ഈ ഭാഗം. ഈ കവുങ്ങൻതൊട്ടിലാണ് കവുങ്ങൻതൊട്ടിയിലാണ് നമ്മുടെ ശ്രീനിവാസനും ദേവാനി പാട്ടും പാടി അഭിനയിക്കുന്നത്. ഷൂട്ടിംഗ് ഉണ്ട് തോന്നുന്നു കേട്ടോ. ഇവിടെ ഷൂട്ടിങ് എടുക്കണം. ഇതാണോ ഷൂട്ടിങ്? ആ പാറോ പോയോ? അത് അങ്ങനെ കൊണ്ടുപോയിട്ട് കേൾക്കാൻ വേണ്ടി ഷൂട്ടിങ് കേട്ടോ. ഷൂട്ടിങ് ആട്ടോ. കുറേ നേരം എത്ര വട്ടമായി ടേക്കെടുക്കുന്ന അറിയും. അത്രയും ബുദ്ധിമുട്ടാണ് ഷൂട്ടിങ് തന്നെ. ആവശ്യമില്ലാത്ത മരത്തിനടിയിൽ വരികയോ വണ്ടി പോട്ടെ ഷാഹിദേ നോക്കിയേ. ഷൂട്ടിങ് കാണാനുള്ള ആൾക്കാരാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്.
ചേട്ടാ കെട്ടിന് മുകളിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ എല്ലാരും കുളിച്ചോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്. ഒരു ചേട്ടാ കൊതിയാവണ് ചാടാൻ. ഞാൻ ഷൂ പെട്ടെന്നുള്ള തീരുമാനമായപ്പോഴേ ഒന്ന് മുണ്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇറങ്ങിയിട്ടില്ല. കെട്ടിന് മുകളിലാണ്. ഇവിടെ വെള്ളമില്ല കേട്ടോ അധികം. അല്ലേ കെട്ടായ കാരണം. ഒന്നുകൂടി ആവാ. ഒരു അടുത്തോ അടിക്കടിക്ക് യൂട്യൂബ് കയറിയാണ്. ഇറങ്ങിക്കോ സന്തോഷം. ഒന്നുകൂടി ആവണ്ട ഇല്ലല്ലോ. ഞാൻ പൊക്കിയിട്ട് നിന്നെ സഹായം മാറി എന്നിട്ട് പോകട്ടെ. ശരിയാവുന്ന ശരിയായില്ല. കേട്ടോ ടൈം ഇത് സ്ലോ മോലി കിട്ടിയോ? അടിക്കണ്ട. അല്ല ഇങ്ങനെ അടിക്കാറില്ലേ? നോക്കിയത് അതെ അതെ ഓക്കെ. ഓക്കെ ശരി. രാത്രി നല്ല ഇതായി. ഇനി ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, സൈൻ ഓഫ്.